നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു ഭാര്യയ്ക്കും സഹിക്കില്ല. അതവക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അപമാനം. ഞാൻ ഇത്രയും കാലം ആ അപമാനം സഹിച്ചതാ. കുറെ ആഗ്രഹിച്ചിട്ടാ ഇവിടെ എനിക്കിങ്ങനെ പാചകം ചെയ്യാൻ ഒരു അവസരം കിട്ടിയത്. അടുക്കളയില് സ്വന്തം ഇഷ്ടത്തിന് എന്തും പാചകം ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നതേ ഒരു തരത്തിലെ സ്വാതന്ത്ര്യമാണ്. എന്തായാലും ഈ ജോലി അധികകാലം ചേച്ചിക്ക് ചെയ്യേണ്ടി വരില്ല. അതെന്താ? അതൊക്കെയുണ്ട്, സർപ്രൈസാ. ദാ എത്തി. നോക്ക്. എന്റെ പേര് മോനായി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഞ്ജു എന്ന പോലീസുകാരി സ്കൂൾ പരിസരത്ത് ഞാനൊന്ന് മൂത്രമൊഴിച്ചതിന് വിറ്റിയടിപ്പിച്ച് നാണം കെടുത്തിയായിരുന്നു. അവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഞാൻ അവരെ ഒരു കൈക്കൂലി കേസ് കുടുക്കി. അവരെ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തിയതിന്റെ കുറ്റബോധം സഹിക്കവയ്യാതെയാ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ മജിസ്ട്രേറ്റിന് മുന്നിലും ഈ മൊഴി നൽകാൻ പോവുകയാണ്. സോറി മഞ്ജു മാഡം. നിനക്ക് ഞാൻ ജോലിക്ക് കയറുന്നത് ഇഷ്ടമല്ലേ? അതല്ല ചേച്ചി, അയാള് ശാലിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ശാലിനിയോ? ആ, അവളാണ് ചേച്ചിയെ കൊടുക്കാൻ കാശ് കൊടുത്ത് മോനായെ കൊണ്ട് നാടകം കളിപ്പിച്ചേ. മോളെ, നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? ഞാനിത് കാണിച്ചപ്പോഴാ ഗിരിയേട്ടൻ ഇയാളെ പൊക്കിയത്. അപ്പോ എനിക്ക് ജോലി തിരിച്ചു കിട്ടാൻ കാരണം ഗിരിയേട്ടനാണോ? ഗിരിയേട്ടൻ മാത്രമല്ല, ഞാനും ഉണ്ടായിരുന്നു. ഞാൻ വക്കീലിനോട് അപ്പോഴേ പറഞ്ഞതാ ഗിരിയേട്ടനെ ഒന്നും അറിയിക്കണ്ടെന്ന്. ഇതിപ്പോ ആ ശാലിനി രക്ഷപ്പെട്ടില്ലേ? എനിക്ക് ഉറപ്പാ ഗിരിയേട്ടൻ അവളുടെ പേര് പറയരുതെന്ന് മോനായെ ഭീഷണിപ്പെടുത്തി കാണും. സാരമില്ല. ശാലിനി അറസ്റ്റ് ചെയ്ത ഗോപാൽജിക്ക് ഉണ്ടാവാൻ പോകുന്ന അപമാനത്തെക്കുറിച്ച് ഗിരിയേട്ടൻ ചിന്തിച്ചു കാണും. ഗിരിയേട്ടൻ ഒരിക്കലും ഗോപാൽജിക്കെതിരെ നിൽക്കാൻ കഴിയില്ല. എന്തായാലും പോലീസിനെ ഇത്രയും വെറുക്കുന്ന ഗിരിയേട്ടൻ എനിക്ക് ജോലി തിരിച്ചു കിട്ടാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ? എനിക്കത് മതി. എനിക്ക് വേണ്ടി ഗിരിയേട്ടന്റെ മനസ്സിൽ എവിടെയോ കുറച്ച് സ്നേഹമുണ്ട്. അതൊക്കെ ശരി. പക്ഷേ ശാലിനിയുടെ കാര്യോ? അവൾ ഇതെല്ലാം ചെയ്യുന്നത് ഗിരിയേട്ടന് വേണ്ടിയാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. പക്ഷേ അവൾ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും ഗിരിയേട്ടന്റെ മനസ്സിൽ അവൾക്കൊരു സ്ഥാനം ഉണ്ടാവില്ല. എന്തായാലും ജോലി തിരിച്ചു കിട്ടാൻ സഹായിച്ച എനിക്ക് ട്രീറ്റ് വേണം. അതൊക്കെ ഞാൻ ഏറ്റു. ആ മോനായി നമ്മുടെ പേര് പറയാഞ്ഞ ഭാഗ്യം. അല്ലെങ്കിൽ നമ്മളും പെട്ടുപോയനെ. നിങ്ങൾക്ക് അത്രയും ഭാഗ്യമൊന്നുമില്ല. മോനായി എന്നോട് എല്ലാ വിവരങ്ങളും പറഞ്ഞു. മഞ്ജുവിനോട് നിനക്ക് പകയുണ്ടായിരുന്നു എന്നറിയെങ്കിലും നീ ഇത്രയ്ക്ക് തരം താഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരിക്കും നിങ്ങളെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത്. അങ്ങനെ ചെയ്ത ഗോപാൽജിക്ക് ഉണ്ടാവുന്ന അപമാനത്തെക്കുറിച്ച് ആലോചിച്ച് മാത്രമാണ് നിങ്ങളുടെ പേര് വെളിപ്പെടുത്താതിരിക്കാൻ ഞാൻ മോനായോട് പറഞ്ഞത്. നീ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? എന്റെ മനസ്സിലൊരു സ്ഥാനം പിടിച്ചു പറ്റാനാണോ? അതെ. എന്നാൽ അതിന് നീ വെറുതെ കഷ്ടപ്പെടണ്ട. നിനക്ക് എന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനമില്ല. ഗോപാൽജി അമ്മയും കഴിഞ്ഞ എനിക്ക് ഏറ്റവും വലുത്
മഞ്ജു തന്നെയാണ്. എന്തായാലും ശാലിനിയുടെ പേര് പുറത്തു പറഞ്ഞില്ലല്ലോ, അതിന് താങ്ക്സ്. ഇവള് അപ്പോഴത്തെ ഒരു ആവേശത്തിന് ചെയ്തു പോയതാ. ഇവൾക്ക് മോനായിയെ പരിചയപ്പെടുത്തി കൊടുത്തത് ഗോപിക മേഡമാണെന്ന് എനിക്കറിയാം. മഞ്ജുവിനെ കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കിയതും നിങ്ങളാണെന്ന് എനിക്കറിയാം. ഇവൾ ഇങ്ങനെ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുമ്പോൾ മാഡം നേർവഴി കാണിക്കുക വേണ്ടത്. പക്ഷേ നിങ്ങൾ ഇവളെ പ്രോത്സാഹിപ്പിക്കുക ചെയ്തത്. ഗോപാൽജി ഇതിനെക്കുറിച്ച് അറിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഗിരി, ഞാൻ വേണ്ട, എനിക്ക് മാഡത്തിന്റെ വിശദീകരണം ഒന്നും കേൾക്കണ്ട. ഇനി ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുത്. നിങ്ങളെ രക്ഷിക്കുക എന്നത് എന്റെ മാത്രം തീരുമാനമായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ മാത്രം തീരുമാനമെടുത്താൽ പോരല്ലോ. പ്രശ്നം ബാധിച്ചത് മഞ്ജുവിനല്ലേ. അതുകൊണ്ട് നിങ്ങളാണ് ഈ കള്ളപ്പരാതിയുടെ പുറകിലെന്ന് മഞ്ജുവിനോട് ഞാൻ പറയാൻ പോവുക. നിങ്ങളെ ശിക്ഷിക്കണമെന്നാണ് മഞ്ജുവിന്റെ തീരുമാനമെങ്കിൽ ഞാൻ അവളുടെ കൂടെ നിൽക്കും. മഞ്ജുവിന്റെ ജോലി പോയപ്പോ ദൈവം എന്റെ വിളി കേട്ടു എന്നാ ഞാൻ വിചാരിച്ചത്. അപ്പോഴാ പരാതിക്കാരന്റെ കുറ്റസമ്മതം. ഇത്രയ്ക്ക് മനസാക്ഷിയുള്ള ആളാണെങ്കിൽ പിന്നെ എന്തിനാ മഞ്ജുവിനെ കൈക്കൂലി കേസിൽ കുടുക്കിയത്? അയാള് ശാലിനി പറഞ്ഞിട്ടാ മഞ്ജുവിനെ കേസിൽ കുടുക്കിയത്. നിന്നോടിത് ആരാ പറഞ്ഞത്? ശാലിനി തന്നെ പറഞ്ഞതാ. മഞ്ജുവിന്റെ ജോലി കളയാൻ അവള് കാശ് കൊടുത്ത് അയച്ച ആളാ ആ പരാതിക്കാരൻ. എന്നിട്ട് അയാൾ ശാലിനിയുടെ പേര് പറഞ്ഞില്ലല്ലോ. പെട്ടുപോകുമ്പോ കാശ് കൊടുത്ത ആളെ കൊടുക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കില്ലേ? മഞ്ജുവിനോട് എന്തോ മുൻവൈരാഗ്യം ഉള്ളത് കൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തെന്നല്ലേ പറഞ്ഞത്? അതാ എനിക്ക് മനസ്സിലാവാത്ത. ശാലിനിയെ വിളിച്ചു നോക്കിയപ്പോ ഫോൺ എടുക്കുന്നുമില്ല. ഗോപാൽജിയുടെ മകൾക്കെതിരെ എന്തെങ്കിലും പറയാനുള്ള ധൈര്യം ഈ നാട്ടിലെ ആർക്കുമില്ല. പേടിച്ചിട്ടായിരിക്കും അയാള് ശാലിനിയുടെ പേര് പറയാത്തത്. യൂണിഫോം ഇട്ടിട്ടുള്ള മഞ്ജുവിന്റെ ഷോയ്ക്ക് ഒരു അവസാനമായെന്ന് ഞാൻ വെറുതെ കൊതിച്ചു. കേസ് കെട്ടിച്ചമച്ചതാണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് അവൾ ഉടനെ തന്നെ ഡ്യൂട്ടിക്ക് കയറും. ഇനിയിപ്പൊ നമ്മളെല്ലാരും അവളെ പേടിച്ച് കഴിയേണ്ടി വരും. എനിക്ക് അവളെ പേടിയൊന്നുമില്ല. എന്നാ പേടിക്കണം ബാനുമേ. കുറച്ചു ദിവസം അവൾ വെറും ഒരു വീട്ടമ്മയായിട്ട് ഇവിടെ കഴിഞ്ഞപ്പോ നമ്മളെല്ലാരും അവളോടും മഹിമയോടും കുറച്ചധികം മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതെങ്ങാനും അവള് മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാ. ആ യൂണിഫോം തിരിച്ച് അവളുടെ ദേഹത്ത് കയറിയാൽ അവൾക്ക് എങ്ങനെ വേണമെങ്കിലും പകരം വീട്ടാം. അവൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവള് പണ്ടേ പ്രതികരിച്ചേനെ. നമ്മളോട് മോശമായി പെരുമാറിയ ഗിരിയേട്ടൻ പ്രതികരിക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവളെല്ലാം സഹിച്ചു മുന്നോട്ട് പോവേ ഉള്ളൂ. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് മഞ്ജുവിന് ജോലി കിട്ടാൻ സഹായിച്ചത് ആരാണെന്നാ. അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം.